തിരുവനന്തപുരം പോത്തങ്കോട് ടൗണിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തിൽ 300 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും ബാൽക്കണിയും കിച്ചൺ കൂടാതെ വർക്കീലുള്ള വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് വിൻഡോ കാണുന്ന എല്ലാം പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഫ്രണ്ട് കതകും ഈ കാണുന്ന വിൻഡോയും എല്ലാം പ്ലാവിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഏരിയയിൽ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡബിൾ ഡോറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോർ നേരെ വീടിനകത്തെ കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വാതിൽ തുറന്ന് നേരെ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ലിവിംഗ് ഏരിയയിൽ TV കൊണ്ട് നൽകിയിട്ടുണ്ട്. അത് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ജിപ്സം സീലിംഗ് ആണ്. അതിനകത്ത് സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോസ് എല്ലാം കൃത്യമായ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം ബ്രാൻഡായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് പാനൽ മാത്രം കൊടുക്കാനുള്ളത് അത് വി ഗാർഡിൻ്റെയാണ്. അതിൽ ചെയ്തു തരുന്നതാണ്. ഇനി ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ പുറകിലാണ് ഡൈനിങ് ഏരിയ സ്പേസ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ ഇവിടെയും വലിയ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് DB നൽകിയിരിക്കുന്നത്. വി ഗാർഡ് എന്ന ബ്രാൻഡാണ്. അകമേ നോക്കുകയാണെങ്കിൽ ഫുള്ള് വി ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് ആണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് കൊണ്ട് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജാഗ്വർ എന്ന ബ്രാൻഡാണ്. ആ ഒരു കളർ തീമിന് യോജിച്ച രീതിയിലാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ പില്ലർ കോക്കും കൊടുത്തിരിക്കുന്നത് ജാഗ്വർ തന്നെയാണ്. ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ടച്ച് ചെയ്താൽ കളർ ചേഞ്ച് ആവുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം WPC പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൻ്റെ സ്ഥാനം. ഒരു ഓപ്പൺ മോഡുലാർ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് മൊത്തത്തിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം WPC യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹുഡ് നൽകിയിട്ടുണ്ട്. അത് എലീക്ക് എന്ന ബ്രാൻഡാണ്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭിത്തി മുഴുവനായിട്ടും ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും കാണാം സ്റ്റോറേജ് സ്പേസ്. ഇവിടെയും ജാഗ്വറിൻ്റെ സിങ്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് വരുന്നത്. വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ ആയിട്ട് വർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. വർക്ക് ചെയ്ത് നല്ല സ്പേസുള്ള വലിയ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരെ കൊടുത്തിരിക്കുകയാണ്. ഈ 2 ഭാഗത്തായിട്ടും ഡോർ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്ത് നമുക്ക് വാസ്തുപ്രകാരം ചുറ്റി വരാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് സിങ്കും കാണാം. ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സിങ്കൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ നേരെ റൂമിലേക്ക് പോകും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർഫസ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ സ്റ്റോറേജ് സ്പേസും അതുപോലെ മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുള്ള വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല സ്പേസ് ഉള്ളൊരു വാർഡ്രോബാണ്. അതുപോലെ ഇവിടെ മാത്രമല്ല ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ ഈ പുറമേ കാണുന്ന ഈ മിറർ യൂണിറ്റിൻ്റെ അകത്തായിട്ട് ഡോർ നൽകിയിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ മേക്കപ്പ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗം മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മാത്രമല്ല ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിൽ ഇവിടെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം സെറയും ജാഗ്വറും യൂസ് ചെയ്തിരിക്കുന്ന ക്ലോസറ്റും വാഷ് ബേസിനും സെറയാണ്. അതുപോലെ അവിടെ ആയിട്ട് ഡൈവർട്ട് കൊടുത്തിട്ടുണ്ട്. അതും ജാഗ്വർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഡ്രൈ ഏരിയ വെറ്റിയേരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ രണ്ടാമത്തെ റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഫോയറിലായിട്ട് ഇതിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാം. കൂടാതെ തന്നെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ എല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. AC പോയിന്റ്സ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വാർഡ്രോബിൽ നോക്കുകയാണെങ്കിൽ വീടുകളിൽ ഈ ഒരു ഭാഗം ഭിത്തിയായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് ചെയ്തിരിക്കുകയാണ്, ബോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിനകത്തുനിന്നും പൂപ്പൽ ഇങ്ങോട്ട് കയറില്ല. കാര്യം ഭിത്തിയല്ല, അതിനകത്തായിട്ടൊരു ബോർഡ് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും ഈ മിറർ യൂണിറ്റിൻ്റെ അകത്ത് അതുപോലെ തന്നെയാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാം. അപ്പോൾ എല്ലാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അകത്തെല്ലാം കൃത്യമായുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിലും സെറയും കൂടാതെ ജാഗ്വർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് കോൾഡ് വാട്ടർ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തന്നെയാണ് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഹൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മിറർ യൂണിറ്റ് മുകളിലായിട്ട് അവിടെ ലാമ്പ് ചെയ്ത് തരുന്നതാണ്. ഇനി ബാക്കി 2 ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. നമുക്ക് നേരെ അപ്സ്റ്റേറിലേക്ക് വരാം. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു വുഡ് രീതിയിലുള്ള ആ ഒരു ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രെഡ് ആ ഒരു ബ്രൗൺ കളർ, റൈസർ ഒരു വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത്.
അവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം തടിതാണ് പാനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ പർഗോളയും കാണാം. ആ ഒരു ഹാങ്ങിങ് ലൈറ്റിന് മുകളിലായിട്ട് റൗണ്ട് ആയിട്ടുള്ള പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അപ്പർ ലോഞ്ചിലേക്ക് വരാം. അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു അപ്പർ ലോഞ്ചാണ്. ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഗോൾഡൻ സ്ട്രിപ്പുള്ള ഒരു WPC പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ഒരു അപ്പർ ലോഞ്ച് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന ടി വി കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് DB നൽകിയിട്ടുണ്ട്. ഈ DB നോക്കുകയാണെങ്കിലും വി ഗാർഡ് തന്നെയാണ്. അപ്പോൾ താഴെയും മുകളിലും പ്രത്യേകിച്ച് DB നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെയും 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വലിയൊരു ഫോയറിലേക്കാണ് വരുന്നത്. ആ ഫോയറിൽ നിന്നാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ്റൂം വരുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട വാർഡ്രോബ് കൊടുത്ത് അതേ ഡിസൈനിലുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മിറർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 3 ഡോറായിരുന്നു, ഇവിടെ 2 ഡോറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. അതുപോലെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സെറയും ജാഗോറും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത്. അതുപോലെ സീലിംഗ് ഹൈറ്റ് വരെ ടൈലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വാമായിട്ട് ലൈറ്റ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ പ്ലഗ് പോയിന്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാർഡ്രോബ് എല്ലാം ഒരേ ഡിസൈനിലെ വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് ഡബിൾ ഡോറാണ്. മിറർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് ഏതൊക്കെയും നോക്കാം. ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്. അതുപോലെ സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒടിച്ചിട്ടുണ്ട്. ആ ഒരു മിറർ യൂണിറ്റിൻ്റെ മുകളിലായിട്ട് ലാമ്പ് വെച്ച് തരുന്നതാണ്. ഇവിടെയും ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു പ്രൈവറ്റ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു കോമൺ ബാൽക്കണി ഉണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വലിയൊരു കോമൺ ആയിട്ടുള്ള ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ടെങ്കിൽ ഒരു ഡബിൾ ബാൽക്കണി എന്ന് പറയാം, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആൻറ്റി സ്കിഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുൾ ടഫ് ആൻഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ടൊരു ഓപ്പൺ ടെറസും ഉണ്ട്. അപ്പോൾ ടോട്ടലി 5,300 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമും ഇതുപോലെ വലിയ 2 ബാൽക്കണിയൊക്കെ ഉള്ള ഓപ്പൺ ടെറസുള്ള കിച്ചൺ കൂടെ വർക്ക് ചെയ്യുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.